കാർഷിക കോളേജ് വികസിപ്പിച്ചെടുത്ത വ്യത്യസ്ത ഇനം പാവൽ കൃഷി ചെയ്ത് മികച്ച വിളവ് സ്വന്തമാക്കിയിരിക്കുകയാണ് മതിലകം സ്വദേശി പണിക്കാട്ടിൽ ശശീന്ദ്രൻ. മതിലകം കൃഷിഭവന്റെ നേതൃത്വത്തിൽ കാതിക്കോട് ഒരുക്കിയ പ്രദർശനത്തോട്ടത്തിലാണ് പാവൽ വിളഞ്ഞു നിൽക്കുന്നത്. രണ്ട് ഇനം പാവൽ യൂണിവേഴ്സിറ്റി വികസിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രദർശന തോട്ടം ഉണ്ടാക്കാനായിട്ട് പറ്റുമെന്ന് ചോദിച്ച് അപ്പോൾ ഞാൻ അതിന് തയ്യാറായി. അപ്പോൾ അതിൻ്റെ ആ വിത്തനങ്ങൾ പ്രഗതിയെന്നും പ്രജനിയെന്നും പേരായ രണ്ട് വിത്തനങ്ങൾ കൃഷി ഓഫീസർ കൊണ്ടു തന്നു. അത് ഞാൻ ഇവിടെ അതിനാവശ്യമായ ജൈവവളങ്ങളും ഫെറമോൺ ട്രാപ്പുകൾ പിന്നെ അതിൻ്റെ ജൈവ കീടനാശിനികൾ ഇതെല്ലാം യൂണിവേഴ്സിറ്റി മുഖേന കൃഷിഭവൻ മുഖേന യൂണിവേഴ്സിറ്റിയാണ് തന്നത്. വെള്ളാനിക്കര കാർഷിക കോളേജിലെ പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള ഹൈബ്രിഡ് പാവൽ ഇനമായ പ്രഗതി, പ്രജനി എന്നീ തൈകളാണ് കാർഷിക സർവകലാശാലയുടെയും മതിലകം കൃഷിഭവന്റെയും സഹകരണത്തോടെ ശശീന്ദ്രൻ പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷിയിറക്കിയത്. ഒരു വലിപ്പം കുറഞ്ഞ ഒരു ഇനമാണ്, നമ്മൾ ആദ്യമായിട്ട് കാണുന്നതാണിത്. ഇത് പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവുന്ന ഒരു ഇനത്തിൻ്റെ പോലെ തോന്നുന്നുണ്ട്. മായ എന്ന ഇനാണ് വലിപ്പമുള്ള കായ ഉണ്ടാവണത്. അതിൻ്റെ 4-1 ഉണ്ടാവുള്ളൂ. മാക്സിമം 200-250 ഗ്രാമാണ് അവർ പറയണത്. പക്ഷേ ടേസ്റ്റ് ഉള്ള സാധനമാണ്. മറ്റേതിനേക്കാളും ടേസ്റ്റാണ്. വെച്ചാൽ വെള്ളത്തിൻ്റെ ചാല് കുറവാണ്. കായൽ വെള്ളത്തിൻ്റെ അംശം കുറവായതുകൊണ്ട് നമ്മൾ കറി വയ്ക്കുമ്പോൾ ടേസ്റ്റാണ് എന്നാണ് എല്ലാ കൊണ്ടുപോയവരെല്ലാവരും പറയണത്. അപ്പോൾ ഒരു 250-300 കിലോളം വിളവെടുപ്പ് കഴിഞ്ഞു. 2000 കടയോളം നട്ടിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു ഇത് നമുക്ക് കിട്ടായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. പാട്ടത്തിനെടുത്ത 2.5 ഏക്കറിൽ 60 സെന്റ് സ്ഥലത്താണ് 2000 പാവൽ തൈകൾ നട്ടുപിടിപ്പിച്ചത്. ജൈവ രീതിയിൽ ഡ്രിപ്പ് ഇറിഗേഷൻ വഴി വെള്ളവും വളവും നൽകി. 1.5 മാസം കഴിഞ്ഞപ്പോൾ മികച്ച വിളവാണ് ലഭിച്ചതെന്ന് കർഷകനായ ശശീന്ദ്രൻ പറഞ്ഞു. പ്രഗതി, പ്രജനി ഇനത്തിൽ ഒരു പാവലിന് 200 ഗ്രാം തൂക്കം വരും. ഒരു ചെടിയിൽ ശരാശരി 40ഓളം കായകൾ ഉണ്ടാകും. രണ്ട് വെറൈറ്റി എന്ന് പറഞ്ഞില്ലേ, പ്രജനിയും പ്രഗതി. ഇതാണ് പ്രജനി എന്നാണ്. പ്രജനി പച്ചപ്പ് കൂടുതലാണ്, കണ്ട പച്ചപ്പ് കൂടുതലാണ്. വലിപ്പം മറ്റേനേക്കാളും കുറച്ച് വലിപ്പത്തിലും വരും. പ്രഗതിനേക്കാളും കുറച്ചും കൂടി വലിപ്പത്തിൽ വരും. ഇനി പ്രഗതിനെ നമുക്ക് കാണിച്ചു തരാം. ഒരു 8 കിലോത്തോളം ഉണ്ടാവുന്നതാണ് യൂണിവേഴ്സിറ്റി പറയണത്. നമ്മളിപ്പോൾ ഏകദേശം ഒരു തൈമെന്ന് ഏകദേശം ഒരു കിലോത്തോളം പൊട്ടിച്ചിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഒരു 2 മാസം ആവണുള്ളൂ. 1.5 മാസം കഴിഞ്ഞിട്ടുള്ളൂ ഇത് നട്ടിട്ടേ. അപ്പോൾ ഒരു തൈമെന്ന് ഒരു 5-6 എണ്ണം പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 1.5 കിലോത്തോളം പൊട്ടിച്ചിട്ടുണ്ട്. 8 കിലോത്തോളം ഉണ്ടാവുന്നതാണ് അവർ യൂണിവേഴ്സിറ്റി പറയണത്. അപ്പോൾ അതിനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. ചില നല്ലൊരു പറന്ന് കയറിയിട്ടുണ്ട് സംഭവം. പ്രഗതി, പ്രജനി ഹൈബ്രിഡ് പാവലിന് തീരദേശം മണ്ണിൽ നല്ല വിളവ് ലഭിക്കുമെന്ന് തെളിയിച്ചിരിക്കുകയാണെന്ന് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ദിവ്യ വിജയൻ പറഞ്ഞു. ഈ പ്രദർശന തോട്ടം എല്ലാവർക്കും ഒരു മാതൃകയാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം യൂണിവേഴ്സിറ്റി ഇതൊരു കോസ്റ്റൽ ഏരിയ ആണ്. ഇവിടുത്തെ മണ്ണ് കുറച്ച് മണൽ കലർന്നതാണ്. അപ്പോൾ ഇവിടെയും ഒരുവിധം വളരെയധികം വളപ്രയോഗമൊന്നും ചെയ്യാണ്ട് ഒരു ഇൻ്റഗ്രേറ്റഡ് ന്യൂട്രിയൻ മാനേജ്മെൻറ്റ്, പിന്നെ അതേപോലെ തന്നെ കീടം, അതേപോലെ തന്നെ അതിനൊക്കെ വളരെ കൺട്രോളബിൾ ആയിട്ടാണ് നമ്മളെല്ലാം ചെയ്തിരിക്കുന്നത്. അത് വെച്ചിട്ട് വളരെ നല്ല ഈൽഡ് കിട്ടുന്ന ഒരു വെറൈറ്റി ആണെന്ന് നമുക്ക് ഇത് പ്രൂവ് ചെയ്യാൻ പറ്റി. ഈ പ്രദർശനത്തോട്ടത്തിലൂടെ പുതിയ ഇനം 2 വിത്തുകൾ കർഷകർക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും കൃഷി ഓഫീസർ PC സജന പറഞ്ഞു.
കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിവിടെ ശശിചേട്ടൻ പറഞ്ഞ പോലെ മായയാണ് കൂടുതൽ എല്ലാവരും ചെയ്തു വരാറുള്ളത്. അതിൽ നിന്ന് വിട്ട് നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഉള്ള വേറൊരു വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ വിലയും കുറവാണ് വിത്തിൻ്റെ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വില കുറഞ്ഞ കൂടുതൽ നല്ല ഈൽഡ് കിട്ടുന്ന പ്രജനി, പ്രഗതി 2 വെറൈറ്റികൾ കർഷകർക്ക് പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ആഘോഷങ്ങൾക്കിനി രാജകീയ വേദി സമ്മാനിക്കാൻ SK പാലസ്, ദ ലക്ഷൂറിയസ് കൺവെൻഷൻ സെന്റർ വെൽക്കംസ് യു. ലോകോത്തര സൗകര്യങ്ങൾ നമുക്ക് തൊട്ടരികിൽ. അതിമനോഹരമായ AC, non-AC ബാങ്കറ്റ് ഹാൾ ആഘോഷങ്ങൾക്ക് പുത്തൻ പ്രൗഢി നൽകുന്നു. അതിഥികൾക്ക് സ്നേഹവിരുന്നൊരുക്കാൻ 16,000 സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് ഏരിയ. കൂടാതെ വൈഡ് സ്റ്റേജസ്, സ്പേഷ്യസ് കിച്ചൺ, ബ്യൂട്ടിഫുൾ ലൗഞ്ച്, ലിഫ്റ്റ് ഫെസിലിറ്റി, കിഡ്സ് പ്ലേ സോൺ, ആംബിൾ കാർ പാർക്കിംഗ്, മോർ ആൻഡ് മോർ. First and best option for wedding, receptions, engagement, birthday party, all get together തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വർണ്ണപ്പൊലിമയേകാൻ SK പാലസ് ഒപ്പമുണ്ട്. വരൂ, ആഘോഷങ്ങൾ നമുക്കിവിടെ നിന്നും തുടങ്ങാം. SK പാലസ് കൺവെൻഷൻ സെന്റർ, എടത്തിരുത്തി സൗത്ത്, തൃശൂർ. www.skpalace.in. You're watching True Line News.